dear students, welcome back to Viju Valley 2.0. നമ്മൾ വീഡിയോ ഇടാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റഡി പ്ലാൻ ആണ്. നമുക്കിനി എക്സാം ഉള്ള ടൈം ടേബിൾ ആണ് മിസ് ചെയ്തിരിക്കുന്നത്. ഇതിലെ മാത്സ് ഉള്ള കുട്ടികൾ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അതായത് ഇതിലെ മാത്സും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ അധികം സ്റ്റുഡൻസിലില്ല. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലാംഗ്വേജും 3 എക്സാമേ ഉള്ളൂ. അല്ലാത്തവർക്ക് 4 എക്സാം ഉണ്ടായിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളവർക്ക് അതും മാത്സ് ഉള്ളവർക്കും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് മിസ് സ്റ്റഡി പ്ലാൻ ഇടുമ്പോൾ ഈ സബ്ജക്റ്റിന്റെ ബേസിൽ നിങ്ങളുടെ സബ്ജക്റ്റ് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ ആ സബ്ജക്റ്റ് ഇല്ലാത്ത കുട്ടികൾ, അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ എക്സാം കഴിഞ്ഞ കുട്ടികൾക്ക് എന്ത് നോക്കിയാൽ മതി? ഈ 3 സബ്ജക്റ്റുകൾ മാത്രം നോക്കിയാൽ മതി അല്ലേ. നല്ലൊരു ടൈം ടേബിൾ ആണ്. അതിൽ ഫസ്റ്റത്തെ ടൈം ടേബിളിൽ നമുക്കിപ്പോൾ ബിസിനസ് മാത്രമാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടാഞ്ഞത്. എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് നല്ല പോലെ ടൈം ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇമ്പ്രൂവ്മെന്റ് ഉള്ള കുട്ടികൾക്കും 18-ാം തീയതിയാണ് നമ്മുടെ ഇമ്പ്രൂവ്മെന്റ്, അക്കൗണ്ടൻസിയുടെ ഇമ്പ്രൂവ്മെന്റ് വരുന്നത്. 18-ാം തീയതിയാണ്. 15-ാം തീയതിയാണ് ബിസിനസ് സ്റ്റഡീസിന്റെ ഇമ്പ്രൂവ്മെന്റ് വരുന്നത് കേട്ടോ. എക്കണോമിക്സ് കുറച്ച് കഴിഞ്ഞിട്ടാണ്, അതായത് 20 സംതിങ് ഡേറ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉള്ളവർ എന്ത് ചെയ്യുക? ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് അനുസരിച്ച് ഇടയിൽ അതും കയറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ടൈം ടേബിൾ നോക്കാം. നമുക്ക് സ്റ്റഡി പ്ലാൻ ആണ്. എങ്ങനെയൊക്കെ പഠിക്കണം, നമുക്ക് ചാപ്റ്റർ വൈസ് പഠിക്കാനൊന്നും നേരില്ല. അതായത് എത്ര ദിവസം എന്ന് പറഞ്ഞാലും ഇനി ചാപ്റ്റർ വൈസ് നോക്കരുത്. വെയിറ്റേജ് പ്രകാരം കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കുക. അതിൽ 1-ാം പാഠം മുതൽ അങ്ങനെ ഓർഡറിൽ പഠിക്കേണ്ടെന്നാണ് കേട്ടോ മിസ് പറഞ്ഞത്. അല്ലാണ്ട് ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട എന്നല്ല, ചാപ്റ്റർ വൈസ് പഠിക്കേണ്ട. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 17-ാം തീയതി മാത്സ്, 19-ാം തീയതി മലയാളം, 21-ാം തീയതി ഇക്കണോമിക്സ്, 24-ാം തീയതി അക്കൗണ്ടൻസി, 26-ാം തീയതി സ്റ്റാറ്റിസ്റ്റിക്സ്. എല്ലാ എക്സാമും ഉച്ചയ്ക്കാണ്. നമുക്ക് ഇന്നത്തെ ഡേറ്റ് 11th ആണ്. മിസ് ഇത് അപ്ലോഡ് ചെയ്യുന്നതും 11th-നാണ്. നമുക്ക് 12-ാം തീയതി മുതലുള്ള ദിവസമാണ് മിസ് നോക്കുന്നത് കേട്ടോ. 12-ാമത്തെ ഡേറ്റ് മുതൽ 12-ാം തീയതി മുതൽ നിങ്ങൾ എങ്ങനെ പഠിക്കാം? കുറച്ച് അത്യാവശ്യം ഡേറ്റ് ഒക്കെ ഉണ്ട് അല്ലേ. ഒരു 5 ദിവസം മാത്സുകാർ വരുന്നുണ്ട്. ആ മാത്സുകാരില്ല എങ്കിൽ അവർക്കൊരു 6 ദിവസത്തോളം ഗ്യാപ്പ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു 8 ദിവസത്തോളം കഴിഞ്ഞിട്ട് ഒരു 10 ദിവസത്തെ ഗ്യാപ്പൊക്കെ മെയിൻ സബ്ജക്റ്റ് ആയി എക്കണോമിക്സിനും അക്കൗണ്ടൻസിക്കും ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ലാംഗ്വേജും മാത്സും പഠിക്കാൻ നമുക്കൊരു 8 to 7 ഡേയ്സ് ഉണ്ട്. മാത്സുകാർക്ക് അത് ലാംഗ്വേജ് പഠിക്കാൻ മാത്രമാണ് ഒരു 8 ദിവസം. നമ്മൾ ഈ 8 ദിവസം ലാംഗ്വേജ് ആണ് പഠിക്കുക അല്ല. പിന്നെ ഏറ്റവും കുറവ് ദിവസം ഉള്ളത് നമുക്ക് എന്ത് പഠിക്കാനാണ്? ഇക്കണോമിക്സ് പഠിക്കാനാണ്. കാരണം എക്കണോമിക്സ് പഠിക്കാൻ ഒരു ദിവസമേ നമുക്കുള്ളൂ. ആ ഒരു ദിവസത്തിൽ നിങ്ങൾ എക്സാം കഴിഞ്ഞ് 19-ാം തീയതി വന്നു കഴിഞ്ഞാൽ 20-ാം തീയതി എന്ന് പറയുന്ന ദിവസത്തിൽ എക്കണോമിക്സ് ഒരുപാട് പഠിക്കാണ്ട് അല്ലേ. 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. മൈക്രോയിൽ 5 പാഠം, മാക്രോയിൽ ഒരു 6 പാഠം കിടക്കുന്നുണ്ട്. അക്കൗണ്ടൻസിക്ക് നമ്മൾ 2 ദിവസം ഉണ്ട്. ആ 2 ദിവസം നമുക്ക് അത്ര തികയുന്ന ദിവസമൊന്നും അല്ല. സ്റ്റാറ്റിസ്റ്റിക്സും. അപ്പോൾ നമുക്ക് ഈ ഒരു 7-8 ദിവസത്തിൽ എല്ലാ സബ്ജക്റ്റും കൂടി ഒരുമിച്ച് പഠിക്കാം. അതായത് ലാംഗ്വേജും മാത്സും ഇക്കണോമിക്സും അക്കൗണ്ടൻസിയും എല്ലാം കൂടി പഠിക്കാം. കൂടുതലും നമുക്ക് അക്കൗണ്ടൻസിക്ക് എക്കണോമിക്സിനും കൂടി സമയം കൊടുക്കാം. അക്കൗണ്ടൻസിനേക്കാൾ ഏറ്റവും കൂടുതൽ ടൈം കൊടുക്കുന്നത് എക്കണോമിക്സിനാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം 3 ഡേറ്റിൽ എങ്ങനെയാണ് മിസ് സ്റ്റഡി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന്. 12-ാം തീയതി നിങ്ങൾ പഠിക്കേണ്ടത് ഇക്കണോമിക്സ്, അക്കൗണ്ടൻസി, മാത്സോ ലാംഗ്വേജോ സ്റ്റാറ്റോ. മാത്സ് ഇല്ലാത്ത കുട്ടികൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ അത് പഠിക്കാം. മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും ഇല്ലാത്ത സ്റ്റുഡൻസിനെ ഒന്നുകിൽ ഇക്കണോമിക്സും അക്കൗണ്ടൻസിയും കവർ ചെയ്യാം. അതല്ല എങ്കിൽ ലാംഗ്വേജിൽ ഏതെങ്കിലും യൂണിറ്റുകളുടെ സമ്മറീസ് ഇരുന്ന് പഠിക്കാം. ഓക്കെ, ഇതിലെ ഇക്കണോമിക്സിൽ നിങ്ങൾ ആ ഒരു ദിവസം പഠിക്കേണ്ടത് 3 ചാപ്റ്റേഴ്സ് ആണ്. 1, 2, 3. അത് ഫ്രം മൈക്രോയിലെ 3 പാഠങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 1-ാം പാഠം മാത്രമാണ് ചെറുത്ത്. 2, 3 ആണ് അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്റേഴ്സ്. അതിൽ പ്രോബ്ലംസ് ഉണ്ട്, കർവുകളുണ്ട്, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് വെറും 4 മണിക്കൂർ കൊണ്ടാണ്. 4 മണിക്കൂർ കൊണ്ടാണ്. മേ ബി നിങ്ങൾക്ക് മോർണിംഗ് ടൈം പ്രിഫർ ചെയ്യാം. മോർണിംഗ് ടൈം നിങ്ങൾ എണിക്കേണ്ട ടൈം ഇതാണ്. മോർണിംഗ് 6 to 10 വരെ നിങ്ങൾക്കൊരു ടൈം ആക്കാം. അതുപോലെ നോൺ സെക്ഷൻ, അതായത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പോൾ ഫാസ്റ്റിംഗ് ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഫുഡ് കഴിക്കേണ്ട സമയമേ ഇല്ല അല്ലേ. ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു പ്രയർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ 6 to 10 വരെ ഒരു ടൈം ആക്കാം. ദെൻ നോൺ സെക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 to 5 വരെ ഒരു ടൈം ആക്കാം. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ 2 to 5 നമ്മൾ ഉറങ്ങുകയാണ്, നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 10 കഴിഞ്ഞിട്ട് 11 to 1 വരെ ഒരു ടൈം എടുക്കാം. ദെൻ ആഫ്റ്റർ സെക്ഷനിൽ നിങ്ങൾക്ക് നൈറ്റ് സെക്ഷൻ ആഡ് ചെയ്യാം. നൈറ്റ് സെക്ഷനിൽ 7 to 11 o'clock വരെ നോക്കാം. അങ്ങനെ 3 സെറ്റായിട്ട് ടൈം നമ്മൾ തിരിക്കാം. ഇതിൽ മോർണിംഗ് ടൈമിൽ ഏറ്റവും ബെറ്റർ ഇക്കണോമിക്സ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി പഠിക്കുന്നതാണ്.
ഓക്കെ, അതിൽ അക്കൗണ്ടൻസി ചൂസ് ചെയ്യണമെങ്കിൽ അക്കൗണ്ടൻസി ചൂസ് ചെയ്യുക. നോൺ സെക്ഷനിൽ പഠിക്കാൻ ഒന്നുകൂടി നല്ലത് ഇക്കണോമിക്സ് ഒക്കെ തന്നെയാണ്. കാരണം ഉറങ്ങില്ല എന്ന് ഉറപ്പുള്ളവർക്ക് ഇക്കണോമിക്സ് നോക്കാം. അപ്പൊ 4 മണിക്കൂർ ഓരോ സബ്ജക്റ്റിനും കൊടുക്കണം. കാരണം നമുക്ക് 6 സബ്ജക്റ്റിൽ നിന്ന് ചുരുങ്ങി 3 സബ്ജക്റ്റ്. അപ്പൊ 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് 4 മണിക്കൂർ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. അതിൽ ലാംഗ്വേജ് നോക്കാനൊന്നും അധികം സമയമേ വേണ്ട. ലാംഗ്വേജ് പഠിക്കേണ്ട എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, എക്കണോമിക്സ് അക്കൗണ്ടൻസി കയറ്റി പഠിക്കുക ചെയ്യാം. ഇതിൽ മാത്സും സ്റ്റാറ്റും 2 യൂണിറ്റാണ് മിസ് കവർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നൈറ്റ് സെക്ഷൻ എടുക്കാം. അപ്പം പകല് എക്കണോമിക്സും അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ പാർട്ട് 1 സെക്കൻഡ് ചാപ്റ്ററാണ് ആദ്യം പഠിക്കേണ്ടത്. ഏറ്റവും വെയിറ്റേജ് ഉള്ള പാഠം അഡ്മിഷൻ ആണ്. അഡ്മിഷൻ്റെ പാഠമാണത്. ഫസ്റ്റ് പാർട്ടിലെ നമ്മുടെ പാർട്ട്ണർഷിപ്പിലുള്ള ഫസ്റ്റ് പാർട്ടിലെ അഡ്മിഷൻ്റെ പാഠം നിങ്ങൾ തറവായിരിക്കണം അടുത്ത ദിവസം. അതിൽ അഡ്മിഷൻ്റെ പാഠം പഠിക്കാൻ ശരിക്കും പറഞ്ഞാൽ 2 അവർ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 to 4 hours വേണമെങ്കിൽ എടുക്കാം. 2 അവർ കൊണ്ട് തന്നെ അതിൻ്റെ എസ് എ ക്വസ്റ്റ്യൻസും ജേണലും തിയറിയും 2 മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടായില്ലേ, റിവാലുവേഷൻ അക്കൗണ്ട്, അതിൻ്റെ എസ് എ പ്രോബ്ലം ഒക്കെ 6 മാർക്കിനാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ അരിച്ച് പെറുക്കി പഠിക്കേണ്ടതായിരിക്കുന്നു. മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വലിയ മാർക്കിനും പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ചെറിയ മാർക്കുകൾക്കും പോകുന്നുണ്ട് എക്സാമിൻ്റെ ഒരു പാറ്റേണിൽ. സോ നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ പഠിച്ചിരിക്കുക ഓരോ പാഠം. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞ് നിങ്ങൾ എക്കണോമിക്സ് ആയാലും അക്കൗണ്ടൻസി ആയാലും കുറച്ചൊക്കെ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. 13-ാം തീയതി നമ്മൾ മോർണിംഗ് സെക്ഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത് മോർണിംഗ് സെക്ഷനാണ്. 6 to 10 ആണ് മിസ് പറയുന്നത്. മോർണിംഗ് സെക്ഷനിൽ നിങ്ങൾക്കൊരു 4 മണിക്കൂർ 7, 8, 9, 10 4 hours തന്നെ എടുക്കണം. ബിക്കോസ് നമ്മളിവിടെ 3 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും, അതായത് ഇൻട്രൊഡക്ഷൻ ടു ബേസിക് കൺസെപ്റ്റ് ആ ഒരു പാഠവും റിട്ടയർമെൻറ്റും. അതിൽ പ്രോബ്ലംസ് ഉണ്ട്, ഡിഫറൻസസ് ഉണ്ട്, ജേർണൽസ് ഉണ്ട്. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിനെ 3 ചാപ്റ്റേഴ്സ് വേണമെങ്കിൽ കവർ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്ത് നമുക്ക് അക്കൗണ്ടൻസിക്ക് 2 ഡേ ഇല്ലെങ്കിൽ കുറച്ച് ഒരു ഹാഫ് ഡേ വേണമെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് കൊടുക്കാം. ഓക്കെ, പക്ഷേ നമ്മുടെ AFS കുട്ടികൾ നിർബന്ധമായും അതിൻ്റെ കൂടെ AFSൽ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കണം. ഫസ്റ്റ് ചാപ്റ്ററിൽ ജേർണൽ എൻട്രി ആണ് മെയിനായിട്ട് 8 മാർക്കിനും 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ആ ജേർണൽ എൻട്രീസ്. അതുപോലെ തന്നെ 3 മാർക്കിൻ്റെ ജേർണൽ എൻട്രീസ്, തിയറീസ്. ആ ഫസ്റ്റ് ചാപ്റ്റർ നല്ല പോലെ കഴിയാം. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസും തിയറി ക്വസ്റ്റ്യൻസും മോഡൽ എക്സാമിൽ നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് തിയറിയാണ് AFS കുട്ടികൾക്ക് ചോദിച്ചിരുന്നത്. അപ്പോൾ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ആ ചാപ്റ്ററിൽ നിന്ന് കഴിയണം. അതിനുശേഷം ഒരു ഉച്ചയ്ക്കുള്ളിൽ നമ്മളത് അവസാനിപ്പിക്കണം കേട്ടോ. 6 to 10 ആണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 6 to 10 എന്നുള്ളതിൽ ഒന്നുകിൽ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വേഗം തന്നെ അടുത്ത എക്കണോമിക്സ് എടുക്കാം. ഇവിടെ മൈക്രോ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇവിടെ നമുക്കൊരു 5 മണിക്കൂർ ആവശ്യമാണ്. 5 മണിക്കൂർ എന്തിനാണെന്നറിയാം ആവശ്യമാവുന്നത്. നമ്മൾ ഫസ്റ്റ് ദിവസം 3 പാഠമല്ലേ പഠിച്ചോളൂ. അതിൽ 4-ാം പാഠം 5-ാം പാഠം 5-ാം പാഠം ചെറുതാണ് കേട്ടോ. അതായത് 3-4 ടോപ്പിക്ക് പഠിക്കാനുള്ളൂ. 4ഉം 5ഉം പഠിക്കാനുണ്ട്. അതിനോടൊപ്പം തന്നെ അപ്പോൾ 2 മണിക്കൂർ നിങ്ങൾ ആ 2 ചാപ്റ്റേഴ്സിന് കൊടുക്കാം. 6 to 10 എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 11 to 1 o'clock എടുക്കാം. അപ്പോൾ 11 to 1 o'clock എന്ന് പറയുമ്പോൾ 3 hours ഓൾറെഡി ആയി. അതിനുശേഷം ചെറിയൊരു റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് 4 to 7 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ 4 to 7 എന്ന് പറയുമ്പോൾ നമുക്കവിടെ 4, 5, 6, 7 4 മണിക്കൂറോളായി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ചൂസ് ചെയ്യാം. 7 മണിക്കൂർ മൊത്തം ഉണ്ട്. അതിലൊരു 5 മണിക്കൂർ എക്കണോമിക്സിന് കൊടുക്കണം. അപ്പം മൈക്രോ കംപ്ലീറ്റ് ചെയ്ത് മൈക്രോയിൽ നിന്ന് ചോദിച്ച എല്ലാ പ്രോബ്ലംസും PYQ സെക്ഷൻസും ഇവിടെ കഴിഞ്ഞിരിക്കണം. PYQ സെക്ഷൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ചോദ്യങ്ങളൊക്കെ നോക്കുക. മൈക്രോ എക്കണോമിക്സ് എന്ന് ചോദിച്ചത് മാക്രോ പഠിക്കരുതിട്ടപ്പോൾ, കാരണം മൈക്രോ കഴിഞ്ഞിട്ട് മാക്രോയിലേക്ക് പോയാൽ മതി. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു 7 മണിക്കൂർ 7 മണി വരെ നമുക്ക് മൊത്തം ഒരു 7 മണിക്കൂറുണ്ട്. ആ 7 മണിക്കൂറിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 hours ഉണ്ട്. മാത്രമല്ല നൈറ്റ് നമുക്ക് 8 to 11 വരെ ടൈം ഉണ്ട്. ആ 8 to 11 എന്ന് പറയണ 3 hours 3 hours അല്ല 9, 10, 11 3 hours മലയാളമോ സ്റ്റാറ്റോ മാത്സോ ഇനി അതും വേണമെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണമെങ്കിൽ പഠിക്കാം. കാരണം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ബിസിനസ് സ്റ്റഡീസ് 15-ാം തീയതിയും 18-ാം തീയതി അക്കൗണ്ടൻസി ആണ്. ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള കുട്ടികൾക്ക് അത് പഠിക്കാം. അപ്പം മാത്സ് ഇല്ല സ്റ്റാറ്റ് ഇല്ല എന്നുള്ള സ്റ്റുഡൻസിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കണം. ഓക്കെ അപ്പം നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ നന്നായി പഠിക്കേണ്ടേ. ഓക്കെ, ദെൻ 14-ാം തീയതി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മൈക്രോയിലെ കംപ്ലീറ്റ് കഴിഞ്ഞാൽ മാക്രോ സെക്ഷനിലേക്ക് കടന്നു. ഇവിടെ നമുക്കൊരു 4 മണിക്കൂർ അന്നത്തെ ദിവസം വേണം. കാരണം മാക്രോയിലെ 3 പാഠങ്ങൾ
ഫസ്റ്റത്തെ 3 പാഠങ്ങളാണ് ഏറ്റവും മെയിനായിട്ട് പഠിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ പാഠം പറഞ്ഞ പോലെ 2 ടോപ്പിക്കുള്ളൂ. 2ാം പാഠം 3ാം പാഠമാണ് വലുത്. ഇതിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 3 ചാപ്റ്ററുകളിൽ നിന്നാണ് പഠിക്കേണ്ടത്. അല്ലാതെ 3 ചാപ്റ്റേഴ്സ് ഇങ്ങനെ കുത്തിയിരുന്നല്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ ടോപ്പിക്സ് മാത്രമാണ് നിങ്ങൾ ആ 3 പാഠത്തിൽ നിന്ന് കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അല്ലാതെ ഓരോ പാഠത്തിൽ അരിച്ച് പെറുക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് ടൈം കളയരുത്. കാരണം നമുക്ക് തൊട്ട് പിറ്റേ ദിവസമല്ല എക്സാം വരുന്നത്. അപ്പോൾ നമ്മൾ മാക്രോയിലൊരു 3 പാഠത്തിൽ നിന്നുള്ള വരാവുന്ന 8 മാർക്കും 2 മാർക്കും 5 മാർക്കും ഒക്കെ നോക്കി ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസ് ഇപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതായത് ഓരോ പാഠത്തിൽ നിന്ന് പഠിക്കുന്ന ടോപ്പിക്കുകൾ പറയുമ്പോൾ മിസ് അതിൽ 8 മാർക്ക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ആ ടോപ്പിക്കുകൾ പഠിക്കേണ്ടത്. പിന്നെ പിറ്റേ ദിവസം കഴിഞ്ഞാൽ 14-ാം തീയതി കഴിഞ്ഞാൽ 15, 16, 17 ഒക്കെ കഴിഞ്ഞപ്പോൾ 17-ാം തീയതി മാത്സ് ഉള്ള കുട്ടികൾ 4 മണിക്കൂർ എടുത്ത് മാത്സ് പഠിക്കാട്ടോ അവിടെ. കാരണം നിങ്ങൾക്ക് ഇനി മാത്സ് എക്സാം 2 ദിവസമേ ഉള്ളൂ. അതില്ലാത്ത സ്റ്റുഡൻസ് എന്ത് ചെയ്യാം, അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് പാർട്ട് 4 ചാപ്റ്റേഴ്സ് വിത്ത് ഓൾ പ്രോബ്ലംസ് കവർ ചെയ്യാം. അതായത് മാത്സ് ഇല്ലാത്ത കുട്ടികൾ, അതുപോലെ തന്നെ മാത്സ് ഇപ്പോൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള കുട്ടികൾ എന്ത് ചെയ്യാം, ഫസ്റ്റത്തെ 4 പാഠങ്ങൾ ഏതൊക്കെയാണ്, ബേസിക് കൺസെപ്റ്റ്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെന്റ് ഓർ ഡെത്ത്, അതുപോലെ ഡിസൊല്യൂഷൻ. 4 പാഠങ്ങളിലെ പ്രോബ്ലംസ് മാത്രം പറയണേട്ടാ. 2 മാർക്ക് ഉണ്ട്, 4 മാർക്ക് ഉണ്ട്, 8 മാർക്ക് ഉണ്ട്. എല്ലാ പ്രോബ്ലംസും ആ ഒരു ദിവസം കവർ ചെയ്തിരിക്കണം. ഇനി ബിസിനസ്സും അക്കൗണ്ടൻസിയും ഇമ്പ്രൂവ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അപ്പൊ 4 സെറ്റാണ് മിസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്കണോമിക്സ്, മാത്സ്, അക്കൗണ്ടൻസി, ഇമ്പ്രൂവ്മെന്റ്. ഇതിൽ മാത്സ് ഇല്ലാത്തവർ എന്ത് ചെയ്യാം, ഇമ്പ്രൂവ്മെന്റിലേക്കും അക്കൗണ്ടൻസിലേക്കും ടൈം കൊടുക്കാം. ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്തവർ, മാത്സ് ഇല്ലാത്തവർ എന്ത് ചെയ്യുക, അക്കൗണ്ടൻസിയും എക്കണോമിക്സും കൂടുതൽ കവർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എക്കണോമിക്സ് അക്കൗണ്ടൻസി ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിലാക്സേഷന് വേണ്ട ലാംഗ്വേജ് മലയാളമോ ഹിന്ദിയോ എന്തെങ്കിലും സമ്മറി ഇരുന്ന് പഠിക്കാം. സമ്മറി ഡിസ്കോഴ്സ് ഒക്കെ ഇരുന്ന് പഠിക്കാം. അത് കഴിഞ്ഞ് 15-ാം തീയതിക്ക് നമുക്ക് എത്തുമ്പോൾ 15-ാം തീയതി നമുക്ക് ബിസിനസ് സ്റ്റഡീസ് എക്സാം ഉണ്ട് കേട്ടോ, +1. അപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഉള്ളവർ ആ എക്സാമിന് പോയിട്ടുണ്ടാവും. അല്ലാത്തവർ എക്കണോമിക്സിലെ എല്ലാ ഷുവർ കോഴ്സ്, ഇപ്പോൾ നമ്മളവിടെ മാക്രോയിൽ 3 പാഠമാണ് കഴിഞ്ഞത്. അതിൽ 4, 5, 6 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്നുള്ള 4, 5, 6 അതിൽ ഷുവർ ക്വസ്റ്റ്യൻസ്, കർവുകൾ, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും കവർ ചെയ്യണം 15-ാം തീയതി. ഓക്കെ, അക്കൗണ്ടൻസിൽ സെക്കൻഡ് പാർട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് പാർട്ടോട് നിർത്തുക. സെക്കൻഡ് പാർട്ടിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഞാൻ പറഞ്ഞിരുന്നു മിസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആ 2 ഡേയ്സിലുള്ള ഒരു ദിവസത്തിന് കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പാർട്ട് തന്നെ നന്നായി നോക്കാം. ബാക്കിയുള്ള കുട്ടികൾ, AFS കുട്ടികൾ ആ ഒരു സെക്കൻഡ് പാർട്ടിലെ എല്ലാ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ പ്രോബ്ലംസ് മാത്രം പഠിച്ചാൽ മതി. പ്രോബ്ലംസ് അതിൽ നിന്നുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തിയറീസും ജേർണൽസും. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലംസ്, അതിലത്തെ മാത്രം തിയറീസ്, അതിലത്തെ മാത്രം ജേർണൽസ്. എബൌട്ട് ഒരു നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും എടുക്കാം. നമുക്ക് നെറ്റിൽ ഡൗൺലോഡ് ചെയ്താൽ ഇഷ്ടപ്രകാരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. AFS കുട്ടികളോടാണ് പ്രത്യേകം പറയാനുള്ളത് കേട്ടോ, AFSകാരോട്. ദെൻ നമുക്ക് വേണമെങ്കിൽ അക്കൗണ്ടൻസിയുടെ ഇമ്പ്രൂവ്മെന്റ് പഠിക്കാം, അല്ലെങ്കിൽ ഹിന്ദി പഠിക്കാം, അല്ലെങ്കിൽ മാത്സ് ഉള്ള കുട്ടികൾക്ക് മാത്സ് പഠിക്കാം. അത് കഴിഞ്ഞ് 16-ാം തീയതി നമുക്ക് അക്കൗണ്ടൻസിയിലെ എല്ലാം ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിക്കണം. മോഡൽ എക്സാമിൻ്റെയും പഠിക്കുക, AFS CAയുടെയും 2ൻ്റെയും പാർട്ട് 1 നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ജേർണൽ എൻട്രീസ് നോക്കുക. എക്കണോമിക്സിലെ ആ ഒരു 4, 5 ഒക്കെ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് വെച്ച് പഠിക്കുക. ഇമ്പ്രൂവ്മെന്റ് വേണ്ടവർക്ക് ഇമ്പ്രൂവ്മെന്റ് അക്കൗണ്ടൻസി 16-ാം തീയതി ആകുമ്പോഴേക്കും പഠിക്കാം. ഈ 16-ാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശമൊക്കെ എല്ലാ സബ്ജക്റ്റും കഴിഞ്ഞിട്ടുണ്ടാവും. 16-ാം തീയതി വേണ്ട, 15-ാം തീയതി ആകുമ്പോൾ തന്നെ എക്കണോമിക്സ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടാവും, അക്കൗണ്ടൻസി 2 പാർട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, ഇമ്പ്രൂവ്മെന്റ് പഠിക്കേണ്ടവർക്ക് അത് കഴിഞ്ഞിട്ടുണ്ടാവും, മാത്സ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടാവും, ഹിന്ദിയൊക്കെ സമ്മറി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. 16-ാം തീയതി ആകുമ്പോൾ നിങ്ങൾക്ക് മാത്സിലെ കുട്ടികൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നന്നായി പഠിക്കുക. കാരണം തൊട്ട് പിറ്റേഴ്സ് നമുക്ക് മാത്സ് ആണ്. അക്കൗണ്ടൻസി ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നവർക്ക് അത് പഠിക്കാം. അതിനുശേഷം 17-ാം തീയതി നമുക്ക് എന്താണ്, മാത്സ് കുട്ടികൾക്ക് മാത്സ് എക്സാമാണ്. 17-ാം തീയതി മാത്സ് എക്സാം ഇല്ലാത്തവർക്ക് ഇമ്പ്രൂവ്മെന്റിന്റെ അക്കൗണ്ടൻസി ഇമ്പ്രൂവ്മെന്റും ലാംഗ്വേജും ആണ് പഠിക്കേണ്ടത്. 18-ാം തീയതി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ക്ലാസ്സുകൾ നോക്കുക, സമ്മറി നോക്കുക, ഹിന്ദി. ഇവിടെ കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ലാംഗ്വേജ് മാത്രമാണ്. 17-ഉം 18-ഉം 17-ഉം നിങ്ങൾ ലാംഗ്വേജിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം. അതല്ല എങ്കിൽ ഇമ്പ്രൂവ്മെന്റ് അക്കൗണ്ടൻസി, ഇത് 2ഉം കൂടി പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇന്ന് 17-ാം തീയതി അക്കൗണ്ടൻസി കൊടുക്കുക. നിങ്ങൾ ലാംഗ്വേജ് കംപ്ലീറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആ ഒരു 2 days ആണ്. അപ്പോൾ 2 days നിങ്ങളുടെ ലാംഗ്വേജ് ഓക്കെ ആയിരിക്കണം. അവിടെ ലാംഗ്വേജിനെ അത്ര ദിവസം മാത്രം നിങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ മതി. ക്ലാസ്സസ് കാണാം, സമ്മറികൾ പഠിക്കാം, ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് നോക്കാം. ഹിന്ദിയൊക്കെ ആണെങ്കിൽ ഡിസ്കോഴ്സസുകളും ഫോർമാറ്റുകളും ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ദെൻ
19-ാം തീയതി നിങ്ങൾക്ക് ലാംഗ്വേജ് എക്സാം ആണ്. ആ ലാംഗ്വേജ് എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ ഒരു ദിവസം മാത്രമാണ് എക്കണോമിക്സിന് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ടൈം ടേബിൾ വെച്ച് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ യു ഓൺലി നീഡ് എ റിവിഷൻ ഓൺലി. അതായത് ആ ഒരൊറ്റ ദിവസം നിങ്ങൾക്ക് ആ ദിവസത്തിൽ നിങ്ങൾക്ക് റിവിഷൻ്റെ ആവശ്യം മാത്രമുള്ള എല്ലാ എക്കണോമിക്സും കൂടിയിട്ട് 20-ാം തീയതി നോക്കാം. എന്നിട്ട് 21-ാം നിങ്ങൾ എക്സാം കഴിഞ്ഞ് വന്നാൽ 2 ദിവസം അവിടെ ഉണ്ട്. ആ 2 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അക്കൗണ്ടൻസിയിൽ ജസ്റ്റ് റിവിഷൻ ക്ലാസ് മാത്രം മതി. ഓക്കെ, ഇതിൽ സ്റ്റാറ്റ് ഉള്ള കുട്ടികൾക്ക് ലാസ്റ്റ് ദിവസങ്ങളിൽ സ്റ്റാറ്റ് പഠിക്കേണ്ട ഫസ്റ്റത്തെ ഏതൊക്കെ, അതായത് 12ഉം 13ഉം ഒക്കെ സ്റ്റാറ്റ് പഠിക്കുക. സ്റ്റാറ്റിക്ക് ഇതുപോലെ ഒരു ദിവസമേ ഉള്ളൂ. അപ്പം നിങ്ങളെ മൈൻഡിൽ ഈ ഒരു ഡേയ്സ് ഓർമ്മ വരണം. അക്കൗണ്ടൻസിക്ക് എനിക്ക് 2 ദിവസം ഉള്ളൂ എന്നും എക്കണോമിക്സിന് എനിക്ക് 1 ദിവസം ഉള്ളൂ എന്നും ഓർമ്മ വന്നിട്ട് വേണം പഠിക്കാൻ. ഇതിൽ എത്രത്തോളം പോർഷൻസ് നിങ്ങളുടെ കഴിഞ്ഞിരുന്ന് മിസ്സിന് അറിയില്ല. ഓരോ കുട്ടികളും പല തരത്തിലാണ്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഡിഫറൻറ്റ് കൊടുക്കാം. ഇങ്ങനെ പഠിച്ചു പോയാൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ച് പേടിക്കേണ്ട. കാരണം നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ എക്കണോമിക്സിൻ്റെ ഒരു ദിവസം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയില്ല. ആ ലാംഗ്വേജ് എക്സാം ഉണ്ടെന്ന് പോലും നിങ്ങൾക്ക് തോന്നില്ല. കാരണം എക്കണോമിക്സിന് കൂടുതൽ സമയം കൊടുക്കാനൊക്കെ പറ്റും, അക്കൗണ്ടൻസിക്ക് ഒരുവിധമൊക്കെ കവർ ചെയ്യാനും പറ്റും. ദെൻ മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ഇമ്പ്രൂവ്മെൻറ്റിനും സമയമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണുള്ളത്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ അക്കൗണ്ടൻസി ഇമ്പ്രൂവ്മെൻ്റ് ആണോ ഉള്ളത്, ബിസിനസ് സ്റ്റഡീസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് വേണം, ലാംഗ്വേജിന് ഇപ്പോഴും സമയം കൊടുക്കാനേ പാടില്ല. ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചത് ഒരു 2 ഡേയ്സിൽ മാത്രമാണ്. ബാക്കിയുള്ള മെയിൻ സബ്ജക്റ്റുകളാണ് ഇനി എക്സാം വരുന്നത്. കോർ സബ്ജക്റ്റുകൾ ബിസിനസ് സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. ബിസിനസ് സ്റ്റഡീസൊക്കെ നമ്മൾ A+ന്റെ വീഡിയോസിലൊക്കെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടുള്ളൂ. സോ എല്ലാവരും ഈ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ എവ്രിവൺ, താങ്ക് യു സോ മച്ച്.